ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോളണ്ടിലെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയയെ കുറിച്ചിട്ടാണ്. 2025 ഇൻടേക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ. പോളണ്ട് ഒരു മികച്ച ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇത്, എസ്പെഷ്യലി ഫോർ ദി ഇന്ത്യൻ സ്റ്റുഡൻസ്. എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം, എപ്പോഴാണ് ഡെഡ് ലൈൻ, എല്ലാം വിശദീകരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ആൻഡ് കോഴ്സ് സെലക്ഷൻ ആണ്. 10-15 യൂണിവേഴ്സിറ്റികളുണ്ട് പോളണ്ടിൽ ഫോർ ദി ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രധാന കോഴ്സുകൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്, IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് ഫൈൻഡർ ഉപയോഗിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ദ സെക്കൻഡ് വൺ ഈസ് എലിജിബിലിറ്റി ചെക്ക് ആണ്. അഡ്മിഷന് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എലിജിബിലിറ്റി ചെക്ക് ആണ്. +2 കഴിഞ്ഞവർക്ക്, ബാച്ചിലേഴ്സ് എടുക്കുന്നവർക്ക് +2 ഡോക്യുമെന്റ്, മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് ഡിഗ്രി ഡോക്യുമെന്റ്, അതിന്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ലൈക്ക് IELTS ഇല്ലാതെയും കുറെ യൂണിവേഴ്സിറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻട്രൻസ് എക്സാമിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി കൂടിയാണ് പോളണ്ട്. തേർഡ് വൺ ഈസ് റിക്വയർഡ് ഡോക്യുമെന്റ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് 10th 12th മാർക്ക് ഷീറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ CV, അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ്. അത് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റിന്റെ ആവശ്യം വരുന്നുള്ളൂ. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്, അതല്ലാന്നാണെങ്കിൽ പോളണ്ട് സ്റ്റഡി പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യാം. ഓൺലൈൻ ഫോം ഫിൽ ചെയ്തിട്ട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ടുള്ള €30 to €18 ആണ് ചാർജ് വരുന്നത്. അത് നമ്മൾ പേ ചെയ്യാം. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അപേക്ഷയ്ക്ക് ശേഷം 2 to 6 വീക്സിനുള്ളിലാണ് ഓഫർ ലെറ്റർ ലഭിക്കുക. ഓഫർ ലെറ്റർ കിട്ടിയാൽ അക്സെപ്റ്റൻസ് ഫോം സൈൻ ചെയ്തതിനു ശേഷം ഡെപ്പോസിറ്റ് ഫീസ് ചെയ്യണം നമ്മൾ. അതിനുശേഷം അത് വഴി നിങ്ങളുടെ കൺഫേം ചെയ്യുന്നതാണ്. ആ ഒരു ഫീസ് അടക്കുന്നതിലൂടെ നിങ്ങൾ കൺഫേം ചെയ്യുകയാണ് നിങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 6 അപ്ലൈ ഫോർ വിസ. അഡ്മിഷൻ ലെറ്റർ കിട്ടിയതിനു ശേഷം പോളണ്ടിലെ സ്റ്റുഡന്റ് വിസ, അതായത് D വിസ അപ്ലൈ ചെയ്യുക. PFSC അപ്പോയിന്റ്മെന്റ്, വിസ ഡോക്യുമെന്റ് ലൈക്ക് അഡ്മിഷൻ ലെറ്റർ, ഫൈനാൻസ് പ്രൂഫ്, ഇൻഷുറൻസ്, അക്കോമഡേഷൻ പ്രൂഫ്, നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമുക്ക് വേണം. കൂട്ടത്തിൽ വിസ പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് 3 to 6 വീക്സ് വരെയാണ് എടുക്കുന്നത്. സ്റ്റെപ്പ് 7 ട്രാവൽ ടു പോളണ്ട്. വിസ ലഭിച്ചാലുടൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോളണ്ടിലേക്ക് യാത്ര തുടങ്ങാവുന്നതാണ്. അറൈവൽ കൺഫർമേഷൻ ഇമെയിൽ, എയർപോർട്ട് പിക്കപ്പ്, അക്കോമഡേഷൻ എല്ലാം ചിലപ്പോൾ യൂണിവേഴ്സിറ്റീസ് തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതാണ്. അക്കോമഡേഷൻ ഫ്രീ അറേഞ്ച് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഫോർ 2025 ഇൻടേക്ക് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് January 2025, ഡെഡ് ലൈൻ എന്ന് പറയുന്നത് May to June 2025, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് September 2025. പോളണ്ടിൽ പഠിക്കാൻ മോഹമുള്ളവർക്ക് ഈ ഒരു അഡ്മിഷൻ പ്രോസസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Thank you all and all the best for the upcoming students to Poland. Bye.